ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി മൂന്നാമത്തെ മൊഡ്യൂളിലെ ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടെക്നിക്സിലെ ഒന്നാമത്തെ മെത്തേഡായ CPM അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് എന്ന ടെക്നിക്കിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത ടെക്നിക്കായ PERT പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ PERT എന്ന ടെക്നിക്കിൽ വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ തേർഡ് മൊഡ്യൂളിൻ്റെ വീഡിയോസിലും നിങ്ങൾക്ക് 2 ക്വിസ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞതാണ്. പക്ഷേ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒരു 25 പേരൊക്കെ അത് കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ബാക്കിയുള്ള ഈ നമ്മുടെ ഈ സബ്ജക്റ്റിൽ വരുന്ന 3 മൊഡ്യൂളുകൾ, ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, ഫോർത്ത് മൊഡ്യൂൾ, ഈ ബാക്കി മൊഡ്യൂളുകളെ സംബന്ധിച്ച് ഈ തേർഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് ഈസിയർ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതിൽ വരുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യുന്ന ഈ വീഡിയോസിലെല്ലാം സെക്കൻഡ് ക്വിസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സോ അത് ചെയ്യാൻ നിങ്ങൾ കുറച്ച് സമയം എടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യാതെ അടുത്ത വീഡിയോയിലേക്ക് വെറുതെ പോവുകയാണെങ്കിൽ ഈ പറയുന്ന ന്യൂമറിക്കൽ പ്രോബ്ലം നിങ്ങൾക്ക് നേരെ അത് പഠിക്കാൻ പറ്റില്ല. ന്യൂമറിക്കൽ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ നിങ്ങളിത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നെറ്റ്വർക്ക് വരയ്ക്കാനും പറ്റൂ. അതുപോലെ തന്നെ അതിൻ്റെ ക്രിട്ടിക്കൽ പാത്തോ പ്രോജക്റ്റ് ഡ്യൂറേഷനോ ഏർലിയസ്റ്റ് ടൈംസോ ലേറ്റസ്റ്റ് ടൈംസോ സ്ലാക്കോ ഫ്ലോട്ടോ ഒക്കെ കണ്ടുപിടിക്കാൻ ഈ രീതിയിൽ നിങ്ങളത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ പറ്റൂ. സോ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോസിലും വെറുതെ ഒരു പ്രോജക്റ്റ് നെറ്റ്വർക്കിൻ്റെ ഒരു ഫിഗർ കാണിച്ചിട്ട് ഇതാണ് പ്രോജക്റ്റ് നെറ്റ്വർക്ക് എന്ന രീതിയിലല്ല ഞാനത് പഠിപ്പിച്ചത്. അങ്ങനെ പഠിപ്പിക്കാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഞാൻ വെറുതെ ഒരു ഫിഗർ കാണിച്ചിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആദ്യം എന്ത് വരയ്ക്കണം, പിന്നെ എന്ത് വരയ്ക്കണം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് എങ്ങനെ വരയ്ക്കണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാലും നിങ്ങൾ വരയ്ക്കുന്നത് ചിലപ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ചിലപ്പോൾ തിരിച്ച് വരയ്ക്കും. ഏറ്റവും അവസാനത്തെ പോയിരുന്ന് പിറകോട്ടൊക്കെ വരച്ചു പഠിക്കും. സോ അങ്ങനെ നിങ്ങൾ വരച്ച് ശീലിക്കാതിരിക്കാൻ കൂടെ വേണ്ടിയാണ് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഈ ഓരോ പ്രോജക്റ്റ് നെറ്റ്വർക്കും വരച്ചു കാണിക്കുന്നത്. അതിനുശേഷമേ അതിൻ്റെ ഒരു എന്തൊക്കെയാണ് നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ സോൾവ് ചെയ്യുന്നുള്ളൂ. സോ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ്റെ ആൻസർ കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ ചെയ്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഇങ്ങനൊരു പ്രോബ്ലം എക്സാമിന് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമായിട്ടും PERT എന്ന ടെക്നിക്കിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച പാഠഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഫസ്റ്റ് നമ്മൾ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സിനെ പറ്റി പഠിച്ചു. 2 മെത്തേഡ് ഉണ്ട്. ഏതൊക്കെയാണ്? CPM, PERT, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്, അതുപോലെ തന്നെ പ്രൊജക്ട് ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് എന്താണ്? ഈ CPM അല്ലെങ്കിൽ PERT ഏത് മേഖലയിലാണ് ഉപയോഗിക്കുന്നത്, അവരുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഈ 2 ടെക്നിക്കിൻ്റെ ആപ്ലിക്കേഷൻസ് എവിടെയൊക്കെയാണ് എന്നുള്ള കാര്യമാണ് പിന്നീട് നമ്മൾ കണ്ടത്. അതിനുശേഷം നമ്മൾ CPM എന്ന ടെക്നിക്കിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് ഇതിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ടേംസ്? ഈവൻറ്റ് എന്താണെന്ന് പഠിച്ചു, ആക്ടിവിറ്റി എന്താണെന്ന് പഠിച്ചു, അത് കഴിഞ്ഞ് ഡമ്മി ആക്ടിവിറ്റി, നെക്സ്റ്റ് വൺ എക്സ്പെക്റ്റഡ് ടൈം ഓഫ് ആക്ടിവിറ്റി റെപ്രസെൻറ്റഡ് ബൈ സ്മോൾ t_c, നെക്സ്റ്റ് വൺ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം, ലാസ്റ്റ് വൺ ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ആ വരയ്ക്കുന്ന പ്രോജക്റ്റ് നെറ്റ്വർക്കിൽ ഒരുപാട് പാത്തുകൾ കാണും. അതിൽ തന്നെ ഏത് പാത്തിലാണോ മാക്സിമം ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ഡ്യൂറേഷൻ വരുന്നത് ആ പാത്തിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്തായിട്ട് എടുക്കുന്നത്. ക്രിട്ടിക്കൽ പാത്തിലെ എല്ലാ ഈവൻറ്റുകളിലും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ഈക്വൽ ആയിരിക്കും. സോ ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു ടേം കൂടി പഠിച്ചു, സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട്. സ്ലാക്ക് എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് ഡിഫറൻസ് ഓഫ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ആൻഡ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം. സോ അതിനുശേഷം നമ്മൾ CPM എന്ന ടെക്നിക്കിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസിലേക്ക് കടന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ PERT എന്ന ടെക്നിക്കിൽ വരുന്ന പ്രധാനപ്പെട്ട ടേംസ് പഠിച്ചു. അതിൽ ഒരുപാട് കാര്യങ്ങൾ കോമൺ ആണ്, സെയിം കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. ഈവൻറ്റ് എന്താണ്, ആക്ടിവിറ്റി എന്താണ് എന്നുള്ളതെല്ലാം CPM നിങ്ങൾ എന്താണോ പഠിച്ചത് അത് തന്നെയാണ് PERT എന്ന ടെക്നിക്കിലും. വ്യത്യാസം വരുന്നത് എവിടെയാണ്? CPM എന്ന ടെക്നിക്കിൽ നമ്മുടെ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം സ്മോൾ t_c എന്നുള്ള വാല്യൂ തന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ PERTയുടെ കേസിൽ നമ്മൾ കൃത്യമായിട്ട് ആ ഒരു ടൈം തന്നിരിക്കില്ല. അതിന് പകരം 3 ടൈമുകളായിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവുക. ഏതൊക്കെയാണ്? ഒപ്റ്റിമിസ്റ്റിക് ടൈം റെപ്രസെൻറ്റഡ് ബൈ TO, മോസ്റ്റ് ലൈക്ലി ടൈം റെപ്രസെൻറ്റഡ് ബൈ TM, പെസിമിസ്റ്റിക് ടൈം റെപ്രസെൻറ്റഡ് ബൈ TP.
ഈ 3 ടൈംസ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ആ ഒരു ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാം. അതിന്റെ ഫോർമുല എന്താണ്? എക്സ്പെക്റ്റഡ് ടൈം ഈസ് ഈക്വൽ ടു T0 പ്ലസ് 4 ടൈംസ് Tm പ്ലസ് TP ദ ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം, അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം. ഫിനിഷ് എന്നൊരു വാക്ക് നമ്മൾ ഈ ഒരു PERT എന്ന ടെക്നിക്കിൽ ഉപയോഗിക്കില്ല. അതിന് പകരം എന്താണ്? ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമിന് പകരം നമ്മൾ പറയുന്നത് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ T(C). നെക്സ്റ്റ് വൺ എന്താണ്? ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം. ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്നൊരു ടേം നമ്മുടെ ഈ ഒരു PERT പറയില്ല. അതിന് പകരം ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം എന്നാണ് പറയുന്നത്. അതിൽ തന്നെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ T(L). അതിൽ തന്നെ ക്രിട്ടിക്കൽ പാത്തിൻ്റെയൊക്കെ മീനിങ് നേരത്തെ നമ്മൾ CPM പഠിച്ച അതേ മീനിങ് തന്നെയാണ്. പിന്നെ ഒരു ടേം എന്താണ്? സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ് ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം ആൻഡ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇപ്പോൾ ഈ പഠിക്കുന്നതിൽ തിയറി ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളെ നേരെ ന്യൂമറിക്കൽ പ്രോബ്ലംസിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അടുത്തതായി നമുക്ക് PERT എന്ന ടെക്നിക്കിലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. സോ PERT എന്ന ടെക്നിക്കിലെ ഫസ്റ്റ് പ്രോബ്ലം ആണ്: എ സ്മോൾ പ്രോജക്റ്റ് കമ്പോസ്ഡ് ഓഫ് 7 ആക്ടിവിറ്റീസ് ഇസ് ആസ് ഷോൺ ഇൻ ദ ടേബിൾ. ദ ടൈം ഈസ് ഇൻ ഡേയ്സ്. ഓക്കെ, നമ്മളൊരു ചെറിയ പ്രോജക്റ്റാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിൽ ടോട്ടൽ 7 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഇതിൽ സമയം എന്ന് പറയുന്നത് എന്തിലാണ്? ദിവസങ്ങളിലാണ് തന്നിരിക്കുന്നത്. സോ ടോട്ടൽ 7 ആക്ടിവിറ്റീസ് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ വരയ്ക്കാൻ പോകുന്ന പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് ടോട്ടൽ എത്ര ആരോസ് കാണും? ടോട്ടൽ 7 ആരോസ് കാണും. സോ അതിനുശേഷം നമ്മുടെ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ 6 ഈവൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വരയ്ക്കാൻ പോകുന്ന പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് ടോട്ടൽ 6 സർക്കിൾസ് കാണും. അതുപോലെ ഇവിടെ ഓരോ ആക്ടിവിറ്റിക്കും എന്താണ്? 3 ടൈം എസ്റ്റിമേറ്റുകളാണ് തന്നിരിക്കുന്നത്. ഒപ്റ്റിമിസ്റ്റിക് ടൈം തന്നിട്ടുണ്ട്, മോസ്റ്റ് ലൈക്ലി ടൈം തന്നിട്ടുണ്ട്, പെസിമിസ്റ്റിക് ടൈമും തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഏതാണ്? ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാനേജ്മെന്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് PERT ആണ്. സോ ഈ 3 ടൈമുകൾ തന്നിരുന്നാൽ നമുക്ക് ഈ ഓരോ ആക്ടിവിറ്റിയുടെയും എന്ത് കണ്ടുപിടിക്കാം? എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കാം. അതിനൊരു ഫോർമുല നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. T ഈസ് ഈക്വൽ ടു T0 പ്ലസ് 4 ടൈംസ് Tm പ്ലസ് TP ദ ഹോൾ ഡിവൈഡഡ് ബൈ 6 എന്നൊരു ഫോർമുലയുണ്ട്. ഇതിൽ നമ്മൾ ഈ വാല്യൂസ് കൊടുക്കുകയാണെങ്കിൽ ഈ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം നമുക്ക് കണ്ടുപിടിക്കാം. സോ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കണം. അതിനുശേഷമേ നമുക്ക് എന്ത് വരയ്ക്കാൻ പറ്റൂ? പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രത്തിലേക്ക് പോകാൻ പറ്റൂ. കാരണം ഈ എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ വരയ്ക്കുന്ന നെറ്റ്വർക്കിനകത്ത് ഓരോ ആക്ടിവിറ്റിയുടെയും സമയം നമുക്ക് കൃത്യമായിട്ട് രേഖപ്പെടുത്താൻ പറ്റൂ. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്തൊക്കെയാണ്? ക്രിട്ടിക്കൽ പാത്തും കണ്ടുപിടിക്കണം, പ്രോജക്റ്റ് ഡ്യൂറേഷനും കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് വേറെ എന്താണ് ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അലൗവബിൾ ടൈമോ സ്ലാക്കോ ഫ്ലോട്ടോ ഒന്നും തന്നെ കാണാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ക്രിട്ടിക്കൽ പാത്തും അതുപോലെ പ്രോജക്റ്റ് ഡ്യൂറേഷനും മാത്രമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചതിന് ശേഷം അതിൽ വരുന്ന പാത്തുകൾ ഏതാണെന്ന് കണ്ടുപിടിക്കുന്നു, ഓരോ പാത്തിനെയും ഡ്യൂറേഷൻ കണ്ടുപിടിക്കുന്നു, അതിൽ മാക്സിമം വാല്യൂ ഏതാണെന്ന് നോക്കുന്നു. അങ്ങനെ നമുക്ക് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാം. ആ മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രോജക്റ്റിന്റെ ഡ്യൂറേഷനും ആയിരിക്കും. സോ അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. നമ്മുടെ പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടേബിൾ ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ ഈ രീതിയിലായിരിക്കും കിട്ടുന്നത്. ഇവിടെ ഓരോ ആരോയും റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ഓരോ ആക്ടിവിറ്റീസ് ആണ്. ഈ തന്നിരിക്കുന്ന സർക്കിൾസ് എല്ലാം റെപ്രസെന്റ് ചെയ്യുന്നത് ഓരോ ഈവൻസ് ആണ്. സോ ഓരോ ആരോയുടെയും തൊട്ട് മുകളിലായിട്ട് അതിന്റെ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു എക്സ്പെക്റ്റഡ് ടൈമിന്റെ വാല്യൂവും എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ക്രിട്ടിക്കൽ പാത്തും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ ഈ പ്രോജക്റ്റിന്റെ ഡ്യൂറേഷനും കണ്ടുപിടിക്കണം. ഇവിടെ ടോട്ടൽ എത്ര പാത്തുകളുണ്ട്? നമുക്ക് ഒന്നാമത്തെ പാത്ത് നോക്കാം. 1 2 5 6 ഒന്നാമത്തെ പാത്ത്. രണ്ടാമത്തെ പാത്ത് എന്ന് പറയുന്നത് 1 3 5 6. മൂന്നാമത്തെ പാത്ത് 1 4 6. അങ്ങനെ ടോട്ടൽ 3 പാത്തുകളെ ഈ ഒരു പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്ത് ഉള്ളൂ. സോ ആദ്യത്തെ പാത്തിലെ ഡ്യൂറേഷൻ എത്ര വരും? 2 + 1 + 7 എത്ര വരും? 10 days വരും. രണ്ടാമത്തെ പാത്തായ 1 3 5 6 എത്ര വരും? 4 + 6 + 7 എത്ര വരും? 17 വരും. മൂന്നാമത്തെ പാത്തായ 1 4 6 എത്ര വരും? 3 + 5 എത്ര വരും? 8 days വരും. സോ നമുക്ക് ഈ 3 പാത്തിലെയും ഡ്യൂറേഷൻ കിട്ടി. അതിലെ മാക്സിമം ഡ്യൂറേഷൻ ഏത് പാത്തിലാണോ ആ പാത്തിനെ വേണം നമ്മൾ ക്രിട്ടിക്കൽ പാത്തായിട്ട് സെലക്ട് ചെയ്യാൻ. ആ പാത്തിൽ വരുന്ന ഡ്യൂറേഷനാണ് നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ പാത്തുകളുടെ ഡ്യൂറേഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂസ് ഏതൊക്കെ കിട്ടി? 10 കിട്ടി, 17 കിട്ടി, 8 കിട്ടി. സോ 17 ഡ്യൂറേഷൻ ആയിട്ട് വരുന്ന 1 3 5 6 എന്ന പാത്താണ് ക്രിട്ടിക്കൽ പാത്ത്. ക്രിട്ടിക്കൽ പാത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡബിൾ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യണം.
മൂവിങ് ഓൺ, നമ്മൾ പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചതിന് ശേഷം ഓരോ പാത്തുകളായിട്ട് എഴുതുന്നു, അതിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കുന്നു. സോ മാക്സിമം ഡ്യൂറേഷൻ 17 വരുന്ന 1356 ആയിരിക്കും നമ്മുടെ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 17 days ആയിരിക്കും. ഇത്രയും കാര്യങ്ങളെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളൂ. ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലോവബിൾ ടൈമും സ്ലാക്കും ഫ്ലോട്ടും കണ്ടുപിടിക്കുന്ന രീതിയിൽ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. സോ നമ്മളിപ്പോൾ ഇതിൽ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലോവബിൾ ടൈമും കൂടെ കണ്ടുപിടിക്കുന്നു എന്ന് വിചാരിക്കുക. ഓരോ ഇവന്റിലെയും കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ഈവൻസ് ഏതൊക്കെയാണ്? 1, 3, 5, 6 ആണ്. സോ ക്രിട്ടിക്കൽ പാത്തിൽ വരാത്ത ഈവൻസ് ഏതൊക്കെയാണ്? 2 വരുന്നില്ല, അതുപോലെ 4ഉം വരുന്നില്ല. 2ഉം 4ഉം വരുന്നില്ല. സോ ഈ 2ലും 4ലും സ്ലാക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കില്ല. ബാക്കിയുള്ള ഈവൻസ് ആയ 1, 3, 5, 6 ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ഈവൻസിലെല്ലാം തന്നെ സ്ലാക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. നിങ്ങൾക്ക് ഇതിന്റെ എന്താണ് സ്ലാക്കും അതുപോലെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം വേണമെങ്കിൽ കണ്ടുപിടിച്ച് നോക്കാം. നിങ്ങളുടെ ക്വസ്റ്റ്യൻ അത് ചോദിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് ഇവിടെ സോൾവ് ചെയ്യാത്തത്. So moving on. So we are going to your first quiz. Your question is, which of the following is a term related to PERT? PERT യിൽ വരുന്ന ടേം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. Your options are latest expected time, earliest allowable time, earliest finish time and latest allowable time. So നിങ്ങൾക്ക് 20 സെക്കൻഡ് സമയമുണ്ട് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുക. Okay, time up. We are moving on. സോ നമ്മളിപ്പോൾ പഠിച്ച പ്രോബ്ലംസ്, അതായത് CPM എന്ന ടെക്നിക്കിൽ നിന്നും PERT എന്ന ടെക്നിക്കിൽ നിന്നും നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞ ഈ പ്രോബ്ലംസ് എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് കൃത്യമായിട്ട് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഈവന്റ് മുതൽ അടുത്തൊരു ഈവന്റ് വരെ എന്ന രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് 1 to 2 എന്നോ 2 to 3 എന്നോ 3 to 4 എന്നോ എന്ന രീതിയിലായിരിക്കും നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിലെല്ലാം ആക്ടിവിറ്റി തന്നിട്ടുണ്ടാവുക. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടി ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ ഈ ഒരു CPM-ലും PERT-യുടെയും തിയറി എത്രത്തോളം ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം ടെസ്റ്റ് ചെയ്യാൻ ആണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എ സ്മോൾ പ്രോജക്റ്റ് കൺസിസ്റ്റ് ഓഫ് 8 ആക്ടിവിറ്റീസ് ഹാവിംഗ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് നമ്മുടെ ആക്ടിവിറ്റീസും അതിന്റെ ടൈംസും കൃത്യമായിട്ട് ടേബിളിൽ തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? Draw the project network, identify the critical path, find the project duration and find the slack at each event. സോ ടോട്ടൽ 8 ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. 8 ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടലി 8 ആരോസ് വേണം നമ്മുടെ പ്രോജക്റ്റ് നെറ്റ്വർക്കിൽ വരയ്ക്കുക. സോ ഈ ക്വസ്റ്റ്യനിൽ ഇതുകൂടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. യൂസ് AOA മെത്തേഡ്. നമ്മൾ ഇതുവരെ വരച്ചിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിനും നമ്മൾ ഉപയോഗിച്ചത് AOA അല്ലെങ്കിൽ ആക്ടിവിറ്റി ഓൺ ആരോ എന്ന മെത്തേഡാണ്. അതായത് നമ്മൾ ആക്ടിവിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് ആരോ ഉപയോഗിച്ചാണ്. നമ്മൾ ഈ വരയ്ക്കുന്ന എല്ലാ പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രവും എന്താണ്? AOA മെത്തേഡിലാണ് വരയ്ക്കുന്നത്. അതായത് ആക്ടിവിറ്റി ഓൺ ആരോ എന്ന മെത്തേഡിലാണ് വരയ്ക്കുന്നത്. സോ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ആക്ടിവിറ്റി ഏത് ഈവന്റ് മുതൽ ഏത് ഈവന്റ് വരെയാണ് എന്നുള്ള കാര്യം തന്നിട്ടില്ല. 1 to 2 എന്ന് പറയുന്നതിന് പകരം ആക്ടിവിറ്റിക്ക് അവരൊരു പേര് കൊടുത്തിട്ടുണ്ട്. 8 ആക്ടിവിറ്റീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ABCDEFGH. അങ്ങനെ 8 ആക്ടിവിറ്റീസ് ആണ് ഉള്ളത്. ഈ ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായ ഒപ്റ്റിമിസ്റ്റിക് ടൈമും അതുപോലെ മോസ്റ്റ് ലൈക്ലി ടൈമും അതുപോലെ പെസിമിസ്റ്റിക് ടൈമും തന്നിട്ടുണ്ട്. സോ ഇതിൽ നിന്നും നമുക്ക് ഓരോ ആക്ടിവിറ്റിക്കും ആവശ്യമായ സമയം കണ്ടുപിടിക്കാം. നമ്മുടെ കയ്യിലുള്ള ഫോർമുല വെച്ച് നമുക്ക് ഓരോ ആക്ടിവിറ്റിക്കും എത്ര സമയമാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ്? ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു ഈവന്റിൽ നിന്നും അടുത്ത ഈവന്റിലേക്കല്ല കാണിച്ചിരിക്കുന്നത്. പകരം ഒരു പേര് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ഈവന്റുകളെ പറ്റി യാതൊന്നും തന്നെ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. സോ നമ്മൾ വരയ്ക്കാൻ പോകുന്ന പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രത്തിനകത്തുള്ള ഈവന്റ്സ് അല്ലെങ്കിൽ സർക്കിൾസ് എന്ന് പറയുന്നത് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈവന്റ് നമുക്ക് എങ്ങനെ വേണേലും മാർക്ക് ചെയ്യാം. 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ 10, 20, 30, 40 എന്ന രീതിയിലും മാർക്ക് ചെയ്യാം. സോ ആദ്യമായിട്ട് നമുക്ക് ഈ ടേബിൾ ഒന്ന് അനലൈസ് ചെയ്യാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കാം. എ എന്ന ആക്ടിവിറ്റിയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്താണ്? നമ്മുടെ ഏത് ആക്ടിവിറ്റി ആണോ കൺസിഡർ ചെയ്യുന്നത് ആ ആക്ടിവിറ്റിക്ക് തൊട്ട് മുന്നേ സംഭവിക്കുന്ന ആക്ടിവിറ്റി എന്താണ്? അതിനെയാണ് പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ പ്രൊസീഡിങ് ആക്ടിവിറ്റിക്ക് നമ്മൾ ഡിപ്പെൻഡൻസി എന്നും പറയും. അതായത് നമ്മൾ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ആക്ടിവിറ്റി ഏതാണോ അതിന് തൊട്ട് മുന്നേ നടന്ന ആക്ടിവിറ്റി എന്താണ് എന്നാണ് ഈ പ്രൊസീഡിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡിപ്പെൻഡൻസി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ആദ്യത്തെ 2 ആക്ടിവിറ്റികൾ എയും ബിയും
ഈ രണ്ട് ആക്ടിവിറ്റികൾക്കും എന്താണ് പ്രൊസീഡിങ് ആക്ടിവിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ വേറൊരു രീതിയിൽ എങ്ങനെ പറയാം, ഈ രണ്ട് ആക്ടിവിറ്റിയും ഒന്നാമത്തെ ഈവെന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞൂടെ. കാര്യം ഒന്നാമത്തെ ഈവെന്റിന് മുന്നിൽ എന്താണ് ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല. സോ എയും ബിയും ഒന്നാമത്തെ ഈവെന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അടുത്ത മൂന്ന് ആക്ടിവിറ്റീസ് നോക്കിയാൽ സി ഡി ഇ. ഈ മൂന്ന് ആക്ടിവിറ്റീസിന്റെയും പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എ ആണ്. സോ എ എന്ന ആക്ടിവിറ്റി നമ്മളൊരു ആരോയിൽ വരച്ചു കഴിഞ്ഞാൽ അത് ഏത് ഈവെന്റിലാണോ ഫിനിഷ് ചെയ്യുന്നത് ആ ഈവെന്റിൽ നിന്നായിരിക്കില്ലേ സിയും ഡിയും ഇയും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലല്ലേ സിയും ഡിയും ഇയും എ എന്ന ഈവെന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. സോ നമ്മൾ ആ ഒരു രീതിയിൽ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, ഈ ടൈപ്പ് പ്രോബ്ലത്തിന്റെ പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കേണ്ടത്. സോ ഇതിൽ കൃത്യമായിട്ട് എന്താണ് ആക്ടിവിറ്റീസ് മാത്രമേ തന്നിട്ടുള്ളൂ, ആക്ടിവിറ്റീസിന്റെ പേര് തന്നിട്ടുണ്ട്. ഇതിലുള്ള എന്ത് തന്നിട്ടില്ല, ഈവൻസുകൾ ഒന്നും തന്നെ തന്നിട്ടില്ല. സോ നമുക്ക് ഈവൻസ് അസ്യൂം ചെയ്യാം. എയ്തർ 1 2 3 4 എന്ന രീതിയിൽ അസ്യൂം ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ 10 20 30 40 എന്ന രീതിയിൽ അസ്യൂം ചെയ്യുക. സോ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ആദ്യം നമുക്ക് ഈ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കണം. സോ ആദ്യമായി നമ്മൾ ഈ ഓരോ ആക്ടിവിറ്റിയുടെയും എക്സ്പെക്റ്റഡ് ടൈം കണ്ടുപിടിക്കുന്നു. ഓരോ ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈം നമ്മൾ ഈ ഒരു ഫോർമുലയിൽ തന്നിരിക്കുന്ന സമയങ്ങൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ ഓരോ ആക്ടിവിറ്റിയുടെയും സമയം കിട്ടും. ഇവിടെ തന്നിരിക്കുന്ന ABCDEFGH എന്ന് പറയുന്നത് എന്താണ് 8 ആക്ടിവിറ്റീസ് ആണ് ഈ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മൾ ABCDEFGH ഇത് റെപ്രസെന്റ് ചെയ്യേണ്ട എവിടെയാണ്, ആരോയുടെ മുകളിൽ വേണം റെപ്രസെന്റ് ചെയ്യാൻ. കാര്യം അതെന്താണ് ആക്ടിവിറ്റിയുടെ പേരാണ്. ഈവെന്റുകളെ പറ്റി ഇവിടെ ഒന്നും തന്നെ തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, ഈവെന്റ് അസ്യൂം ചെയ്യാം. either 1 2 3 4 അല്ലെങ്കിൽ 10 20 30 40 ആ രീതിയിൽ അസ്യൂം ചെയ്യുക. സോ നമുക്ക് തന്നിട്ടുള്ള ടേബിൾ എന്ന് പറയുന്നത് ഈ ആദ്യത്തെ ടേബിൾ ആണ്. അതിൽ എന്താണ് ഓരോ ആക്ടിവിറ്റിയുടെയും 3 ടൈം എസ്റ്റിമേറ്റുകൾ തന്നിട്ടുണ്ട്. ഈ 3 ടൈമുകളുടെയും വാല്യൂ നമ്മൾ ഫോർമുലയിൽ ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഈ ഓരോ ആക്ടിവിറ്റിയുടെയും സമയം എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചു. സോ നമുക്ക് ഈ ഒരു പ്രോജക്റ്റിന്റെ ഈ പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ചു നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി നോക്കുക, ആക്ടിവിറ്റി എ. ആക്ടിവിറ്റി എയുടെ പ്രൊസീഡിങ് ആക്ടിവിറ്റി ആയിട്ട് വേറെ ആക്ടിവിറ്റികളൊന്നും തന്നെ ഇല്ല. അതുപോലെ ആക്ടിവിറ്റി ബി ശ്രദ്ധിച്ച്, ആക്ടിവിറ്റി ബിയുടെയും പ്രൊസീഡിങ് ആക്ടിവിറ്റി ആയിട്ട് വേറെ ആക്ടിവിറ്റികളൊന്നും തന്നെ ഇല്ല. അതായത് ഈ രണ്ട് ആക്ടിവിറ്റിക്കും തൊട്ട് മുന്നിലായിട്ട് വേറെ ആക്ടിവിറ്റീസ് ഇല്ല. നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം, ഈ രണ്ട് ആക്ടിവിറ്റീസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്, ഇനിഷ്യൽ ഈവന്റ് എന്നായിരിക്കും. സോ നമുക്ക് ആദ്യം നമ്മുടെ ഇനിഷ്യൽ ഈവന്റ് മാർക്ക് ചെയ്യാം. ഇനിഷ്യൽ ഈവന്റ് സർക്കിൾ വരയ്ക്കുന്നു. അതിനുശേഷം ഇനിഷ്യൽ ഈവന്റ് നമ്മൾ 1 എന്ന് മാർക്ക് ചെയ്യുന്നു. ഈ രണ്ട് ആക്ടിവിറ്റീസും ഈ ഒരു ഈവന്റ് എന്നായിരിക്കും പുറത്തേക്ക് പോകുന്നത്. സോ ആക്ടിവിറ്റി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആരോ വെച്ചിട്ടാണ്. രണ്ട് ആരോകൾ വരയ്ക്കുക. അതിനുശേഷം ആ ആക്ടിവിറ്റീസ് മാർക്ക് ചെയ്യുക. ഫസ്റ്റ് ആക്ടിവിറ്റി നമ്മൾ എ കോമ അതിന്റെ ടൈം എത്രയാണ് 5. എ കോമ എന്ന 5 എന്ന് പറയുമ്പോൾ ആക്ടിവിറ്റിയുടെ പേര് എ എന്നാണ്, അതിനെടുക്കുന്ന സമയം 5 ആണ്. അടുത്തത് ആക്ടിവിറ്റി ഏതാണ്, ആക്ടിവിറ്റി ബി കോമ അതിനെടുക്കുന്ന സമയം 40. ഓക്കെ. സോ അതിനുശേഷം നമ്മൾ ഈ രണ്ട് ആക്ടിവിറ്റീസിന്റെയും എൻ പോയിന്റുകൾ മാർക്ക് ചെയ്യുക. രണ്ട് ആക്ടിവിറ്റീസും ഫിനിഷ് ചെയ്യുന്ന ഈവന്റ് ഏതാണെന്നുള്ളത് മാർക്ക് ചെയ്യുക. ഈവൻസിനെ വീണ്ടും മാർക്ക് ചെയ്യുക. 2 3. നമ്മൾ ഈ കൊടുക്കുന്നത് നേരെ തിരിച്ച് താഴെയുള്ള 2ഉം മുകളിലുള്ള 3 കൊടുത്താലും കുഴപ്പമില്ല. കാര്യം എന്താണ്, നമ്മൾ ഈ ഈവൻസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതാണ്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതല്ല. ഇനി നമ്മുടെ അടുത്ത ആക്ടിവിറ്റി ഇപ്പൊ ഏതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തു, എയും ബിയും നമ്മൾ മാർക്ക് ചെയ്തു. ഇനി അടുത്ത ആക്ടിവിറ്റീസ് നോക്കാം. CDE 3 ആക്ടിവിറ്റീസ്. ഈ 3 ആക്ടിവിറ്റീസിന്റെയും പ്രൊസീഡിങ് ആക്ടിവിറ്റി അല്ലെങ്കിൽ തൊട്ട് മുന്നിലുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏതാണ്, എ എന്നുള്ള ആക്ടിവിറ്റി അല്ലേ. സോ നമുക്കത് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം, എ എന്ന ആക്ടിവിറ്റി ഏത് ഈവെന്റിലാണോ എൻഡ് ചെയ്യുന്നത് അതേ ഈവെന്റ് എന്നായിരിക്കില്ലേ ഈ ആക്ടിവിറ്റീസ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്, CDE. സോ രണ്ടാമത്തെ ഈവെന്റ് എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈവെന്റ്സ് ആണ് ഏതൊക്കെ, സിയും ഡിയും ഇയും. സോ അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ട CDE എന്നീ ആക്ടിവിറ്റീസ് ആണ്. സോ സിയും ഡിയും ഇയുടെയും ആക്ടിവിറ്റീസിന്റെ തൊട്ട് മുന്നിലുള്ള ആക്ടിവിറ്റി എന്താണ്, എ എന്ന ആക്ടിവിറ്റിയാണ്. സോ ഈ രണ്ടാമത്തെ ഈവെന്റിൽ നിന്നും വേണം സിയും ഡിയും ഇയും എന്നീ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി ഒന്ന് നോക്കിയാൽ എഫ് എന്നുള്ള ആക്ടിവിറ്റിയാണ്. എഫ് എന്നുള്ള ഈ ആക്ടിവിറ്റി ഏതൊക്കെ ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്,
ആക്ടിവിറ്റി ബിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ സിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബി എൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. സോ സ്വാഭാവികമായിട്ടും സി എന്ന ആക്ടിവിറ്റിയും ഇവിടെ തന്നെ എൻഡ് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിലല്ലേ എഫ് എന്നുള്ള ആക്ടിവിറ്റിക്ക് ഈ ഒരു 3 എന്ന ഈവൻ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒക്കൂ. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ആരോ മാർക്ക് എടുക്കുന്നു, അതിനുശേഷം 2 എന്ന ഈവൻ്റ് എന്ന് താഴേക്കുള്ളത് മാർക്ക് ചെയ്യുന്നു. അതിനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ പേരെങ്ങനെ കൊടുക്കണം? സി എന്ന് കൊടുക്കണം. സിക്ക് എടുക്കുന്ന സമയം എത്രയാണ്? 9 എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. സോ 2-ൽ നിന്നും പുറത്തേക്ക് പോകുന്ന സി എന്നുള്ള ആക്ടിവിറ്റി നമ്മൾ മാർക്ക് ചെയ്തു. അതിനുശേഷം 2 എന്ന ഈവൻറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വേറൊരു ആക്ടിവിറ്റി ഇവിടെ മാർക്ക് ചെയ്യുന്നു. നമ്മൾ തൽക്കാലം ഡി എന്നുള്ള ആക്ടിവിറ്റി മാർക്ക് ചെയ്യാം. ഡിയുടെ സമയം എത്രയാണ്? ഡിയുടെ സമയം എന്ന് പറയുന്നത് 15. D,15. ആ ഒരു ആക്ടിവിറ്റി എൻഡ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഒരു ഈവന്റ് മാർക്ക് ചെയ്യുന്നു. സോ 1, 2, 3 മാർക്ക് ചെയ്തത് സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത ഏത് മാർക്ക് ചെയ്യണം? 4 എന്നുള്ള ഈവന്റ് മാർക്ക് ചെയ്യുന്നു. ഇനി എഫ് എന്ന ആക്ടിവിറ്റി എവിടെയാണ് വരുന്നത്? ബിയും സിയും എവിടെ തീരുന്നോ അവിടെ നിന്നായിരിക്കും എഫ് എന്നുള്ള ആക്ടിവിറ്റി വരുന്നത്. ആക്ടിവിറ്റി നോക്കാം. ജി എന്നുള്ള ആക്ടിവിറ്റി. ജി എന്നുള്ള ആക്ടിവിറ്റി ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ജി എന്നുള്ള ആക്ടിവിറ്റി ഡി എന്നുള്ള ആക്ടിവിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഡി എന്ന ആക്ടിവിറ്റി എവിടെയാണോ തീരുന്നത് അവിടെ നിന്നായിരിക്കും ജി എന്നുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡി എന്ന ആക്ടിവിറ്റി തീരുന്നത് 4ാമത്തെ ഈവൻറ്റിലാണ്. സോ 4ാമത്തെ ഈവൻറ്റിൽ നിന്നായിരിക്കും ഏത് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജി എന്നുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. മാർക്ക് ചെയ്യുക. ജി എന്നുള്ള ആക്ടിവിറ്റിയാണ്. അതിൻ്റെ സമയം എത്രയാണ്? ടേബിൾ നോക്കുക. ജി എന്നുള്ള ആക്ടിവിറ്റിയുടെ സമയം 4. 4. ഇനി നോക്കുക, ഒന്ന് ശ്രദ്ധിച്ചേ. ലാസ്റ്റ് ആക്ടിവിറ്റി ഏതാണ്? എച്ച് എന്നുള്ള ആക്ടിവിറ്റിയാണ് ലാസ്റ്റ് ആക്ടിവിറ്റി. ഈ എച്ച് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഈ ജിയുടെ എൻ പോയിന്റിനെ നമുക്ക് വീണ്ടും ഒരു ഈവൻ്റ് ആയിട്ട് കാണിക്കാം. 4 വരെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. സോ അടുത്ത ഈവൻറ്റിനെ നമുക്ക് എന്തായിട്ട് മാർക്ക് ചെയ്യാം? 5 ആയിട്ട് മാർക്ക് ചെയ്യാം. 5. സോ ലാസ്റ്റ് ആക്ടിവിറ്റി ആയി എച്ച് എന്ന് പറയുന്നത് ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, എഫിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇയും എഫും ജിയും ഒരേ സ്ഥലത്ത് തന്നെ എൻഡ് ചെയ്യണം എന്നല്ലേ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇപ്പൊ ജി എൻഡ് ചെയ്തത് എവിടെയാണ്? 5ാമത്തെ ഈവൻറ്റിലാണ്. സോ ഈ 3ാമത്തെ ഈവൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എഫും ഈ 5 തന്നെയല്ലേ എൻഡ് ചെയ്യേണ്ടത്? അതിനെ നമ്മൾ എന്ന് മാർക്ക് ചെയ്യുന്നു? എഫ് എന്ന് മാർക്ക് ചെയ്യുന്നു. എഫിന്റെ സമയം എത്രയാണ്? 9 ദിവസം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഏതും കൂടെ വരുന്നുണ്ട്? ഇ എന്നൊരു ആക്ടിവിറ്റി വരുന്നുണ്ട്. ഈ 2ാമത്തെ ഈവൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സിയും ഡിയും ഇയും ആണ്. സോ അതിൽ ഇ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. സോ 2ൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഇയും കൂടി ഈ 5ാമത്തെ ഈവൻറ്റിലേക്ക് വരുന്നുണ്ട്. അതിന്റെ സമയം എത്രയാണ്? ഇ എന്ന ആക്ടിവിറ്റിയുടെ സമയം 8 ദിവസമാണ്. E,8. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി ഏതാണ്? എച്ച് എന്നുള്ള ആക്ടിവിറ്റിയാണ്. എച്ച് എന്നുള്ള ആക്ടിവിറ്റിയെ നമ്മൾ 5ാമത്തെ ഈവൻറ്റിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ആക്ടിവിറ്റി ആയിട്ട് വരയ്ക്കുക. ലാസ്റ്റ് ഈവൻറ്റിനെ വീണ്ടും സർക്കിൾ ഉപയോഗിച്ച് വരയ്ക്കുക. അതിന് ലാസ്റ്റ് ഈവന്റ് ആയതുകൊണ്ട് 6 എന്ന് മാർക്ക് ചെയ്യുക. ഇനി ഓക്കെ, ഇനി ലാസ്റ്റ് ആക്ടിവിറ്റിയുടെ സമയം കൂടി എച്ച് എന്ന് എഴുതിയിട്ട് അതിന്റെ സമയം എത്രയാണ്? 5 കാണിച്ചിരിക്കുന്നത്. സോ നമ്മളിതെല്ലാം മാർക്ക് ചെയ്തിപ്പോൾ കഴിഞ്ഞു. ഇനി നമ്മൾ തന്നിരിക്കുന്ന ഈ ടേബിളിലുള്ള ഡിപ്പെൻഡൻസീസ് കറക്റ്റ് ആണോ എന്നൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യുക. സോ നമ്മൾ ഈ ടേബിളിൽ തന്നിരിക്കുന്ന ഡിപ്പെൻഡൻസീസ് പ്രകാരമാണോ നമ്മളിപ്പോൾ ഈ പ്രോജക്റ്റ് നെറ്റ്വർക്ക് വരച്ച് കംപ്ലീറ്റ് ചെയ്തതെന്ന് ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യുക. ആദ്യത്തെ 2 ആക്ടിവിറ്റികൾക്ക് പ്രൊസീഡിങ് ആക്ടിവിറ്റി ഇല്ല. എക്കും ബിക്കും അതിന് തൊട്ട് മുന്നിലായി വേറെ ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഇല്ല. സോ നെക്സ്റ്റ് എന്താ തന്നിരിക്കുന്നത്? സിയും ഡിയും ഇയും. ഈ 3 ആക്ടിവിറ്റീസിന്റെയും പ്രൊസീഡിങ് ആക്ടിവിറ്റി എന്താണ്? എ എന്നുള്ള ആക്ടിവിറ്റിയാണ്. അതായത് എ എന്ന ആക്ടിവിറ്റി എവിടെ തീരുന്നോ അവിടെ നിന്നായിരിക്കും സിയും ഡിയും ഇയും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 2ാമത്തെ ഈവന്റ് എന്നാണ് സിയും ഡിയും ഇയും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? എഫ് എന്ന ആക്ടിവിറ്റി ബിയെയും സിയെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ എഫ് എന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈവന്റ് എന്ന് പറയുന്നത് ബിയും സിയും ഫിനിഷ് ചെയ്തിരിക്കുന്ന ഈവന്റ് ആണ്. നെക്സ്റ്റ് വൺ ജി എന്ന ആക്ടിവിറ്റി, അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡി എന്ന ആക്ടിവിറ്റിയെ മാത്രമാണ്. സോ ജി എന്ന ആക്ടിവിറ്റി ഡി എന്ന ആക്ടിവിറ്റിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. ലാസ്റ്റ് ആക്ടിവിറ്റി ആയ എച്ച് എന്ന ആക്ടിവിറ്റി ഏതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ആക്ടിവിറ്റി ഇനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റി ജിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആക്ടിവിറ്റി എഫിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
സോ ഇത്രയും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വരച്ച പ്രോജക്റ്റ് നെറ്റ്വർക്ക് കറക്റ്റ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇനി അതിനുശേഷം വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ. ഇതൊരു PERT നെറ്റ്വർക്കാണ്. 3 ടൈം തന്നിട്ടുണ്ട്. ഒപ്റ്റിമിസ്റ്റിക് ടൈം, മോസ്റ്റ് ലൈക്ലി ടൈം, അതുപോലെ പെസിമിസ്റ്റിക് ടൈം. PERT നെറ്റ്വർക്ക് ആകുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും അതുപോലെ ലേറ്റസ്റ്റ് അലോവബിൾ ടൈമും. ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം ഫസ്റ്റ് ഇവന്റിന്റെ നമുക്ക് 0 കൊടുക്കാം. ലേറ്റസ്റ്റ് അലോവബിൾ ടൈമിന്റെയും നമുക്ക് ഫസ്റ്റ് 0 കൊടുക്കാം. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈംസ് മാത്രമേ ആദ്യം കണ്ടുപിടിക്കാവൂ. രണ്ടാമത്തെ ഇവന്റിലേക്ക് പോകാം. ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എത്ര വരും? 0 + 5 എത്ര വരും? 5 തന്നെ വരും. നാലാമത്തെ ഇവന്റിൽ എത്ര വരും? T എന്ന് പറയുമ്പോൾ എത്ര വരും? 5 + 15 20 ആയിരിക്കും വരുന്നത്. മൂന്നാമത്തെ ഇവന്റിലേക്ക് വരാം. TE എന്ന് എത്ര വരും? ഒന്നാമത്തെ ഇവന്റിൽ നിന്ന് വരികയാണെങ്കിൽ 0 + 14 എത്ര വരും? 14 തന്നെ വരും. 14 വരും. രണ്ടാമത്തെ ഇവന്റിൽ നിന്ന് വരികയാണെങ്കിലോ 5 + 9 വീണ്ടും 14. സോ മാക്സിമം ഓഫ് 14,14. മാക്സിമം ഓഫ് 14,14 എന്ന് പറയുന്നത് എത്രയാണ്? 14 തന്നെയാണ്. ഇനി അടുത്ത ഇവന്റ് ഏതാണ്? അഞ്ചാമത്തെ ഇവന്റ്. അഞ്ചാമത്തെ ഇവന്റിൽ 3 വഴികളുണ്ട്. ഓക്കെ, അഞ്ചാമത്തെ ഇവന്റിൽ 3 വഴികളാണ് ഉള്ളത്. സോ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ മാക്സിമം ഓഫ് ഈ 4 എന്ന ഇവന്റ് എന്ന് വരുന്ന വഴി നോക്കിയേ. 20 + 4 എത്ര വരും? 24. അടുത്തത് 2 എന്ന ഇവന്റ് എന്ന് വരുന്നതോ 5 + 8 13. നെക്സ്റ്റ് വൺ ഏതാണോ? 3 എന്ന ഇവന്റ് എന്ന് വരുന്നതല്ലേ 14 + 9 എത്ര വരും? 23. സോ മാക്സിമം ഓഫ് 24, 13, 23 ഏതാണ് മാക്സിമം? 24 അല്ലേ? സോ T = എത്ര വരും? 24. ലാസ്റ്റ് ഇവന്റ് എങ്ങനെ കണ്ടുപിടിക്കാം? ലാസ്റ്റ് ഇവന്റിലെ T എന്ന് പറയുന്നത് 24 + 5 എത്ര വരും? 29. സോ ലാസ്റ്റ് ഇവന്റും ഫസ്റ്റ് ഇവന്റും എന്ന് പറയുന്നത് എപ്പോഴും ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ഇവന്റുകളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ എന്താണ്? ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലോവബിൾ ടൈംസും ഈക്വൽ ആയിരിക്കും. സോ ലേറ്റസ്റ്റ് അലോവബിൾ ടൈം നമ്മൾ 6 എന്ന ഇവന്റ് 29 എന്ന് എഴുതി. 5 എന്ന ഇവന്റിൽ എങ്ങനെ എഴുതാം? ജസ്റ്റ് കുറച്ചാൽ പോരെ. കാര്യം എന്താണ്? 29 - 5 എത്ര വരും? 24. ഇനി 3 എന്ന ഇവന്റിൽ എങ്ങനെ എഴുതാം? 24 - 9 എത്ര വരും? TL എന്ന് പറയുന്നത് 24 - 9 15 എന്ന് വരും. ഇനി 4 എന്ന ഇവന്റ് എങ്ങനെ എഴുതാം? 4 എന്ന ഇവന്റിൽ 24 - 4 എത്ര വരും? TL എന്ന് പറയുന്നത് 20 ആയിരിക്കും. ഇനി നമ്മൾ രണ്ടാമത്തെ ഇവന്റിനെ കൺസിഡർ ചെയ്യാം. രണ്ടാമത്തെ ഇവന്റിൽ 3 വഴികളുണ്ട്. 2 to 4 ഉണ്ട്, 2 to 5 ഉണ്ട്, 2 to 3 ഉണ്ട്. സോ എന്ത് ചെയ്യണം? 3 കേസുകളുണ്ട്. അതിൽ നിന്നും നമ്മൾ എന്താ എഴുതേണ്ടത്? മിനിമം വാല്യൂ വേണം എഴുതാൻ. കാര്യം എന്താണ്? നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് അലോവബിൾ ടൈം ആണ് കൺസിഡർ ചെയ്യുന്നത്. 2 to 4 കൺസിഡർ ചെയ്യുമ്പോൾ എത്രയാണ്? 20 - 15 എത്ര വരും? 5 ആണ് വരുന്നത്. ഇനി 2 to 5 കൺസിഡർ ചെയ്യുമ്പോഴോ 24 - 8 എത്ര വരും? 16 വരും. ഇനി 2 to 3 കൺസിഡർ ചെയ്യുമ്പോഴോ 15 - 9 എത്ര വരും? 6 വരും. സോ മിനിമം ഓഫ് 5, 16, 6 ഏതാണ് മിനിമം? 5 അല്ലേ? സോ TL എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. ഒന്നാമത്തെ ഇവന്റിൽ എന്താണ്? ഓൾറെഡി TL എന്ന് പറയുന്നത് 0 ആണ്. സോ ഇപ്പോൾ നമ്മൾ എല്ലാ ഇവന്റിലെയും ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലോവബിൾ ടൈമും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി ഏതൊക്കെ ഇവന്റുകളിലാണ് TEയും TLും സെയിം ആയി വരുന്നതെന്ന് നോക്കി. ഒന്നാമത്തെ ഇവന്റ് വരുന്നുണ്ട്, രണ്ടാമത്തെ ഇവന്റ് വരുന്നുണ്ട്, നാലാമത്തെ ഇവന്റ് വരുന്നുണ്ട്, അഞ്ചാമത്തെ ഇവന്റ് വരുന്നുണ്ട്, ആറാമത്തെ ഇവന്റിലും വരുന്നുണ്ട്. സോ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? 1, 2, 4, 5, 6 എന്നുള്ളതാണ് ക്രിട്ടിക്കൽ പാത്ത്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ലൈൻ കൊണ്ടൊന്ന് റെപ്രസെന്റ് ചെയ്തേക്കണം. ക്രിട്ടിക്കൽ പാത്തിനെ ഡബിൾ ലൈൻ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഏതാണ്? 1, 2, 4, 5, 6. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താണ്? ഈ 1, 2, 3, 4, 5, 6 എന്നുള്ള ഈവന്റുകൾ നമ്മൾ ഡിഫൈൻ ചെയ്ത ഈവന്റ് ആണ്.
ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ 10, 20, 30 ആണ് ഈവന്റ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ ക്രിട്ടിക്കൽ പാത്ത് എന്തായിരിക്കും? 10, 20, 40, 50, 60 ആയിരിക്കും. സോ നമ്മൾ ഈ രീതിയിൽ ക്രിട്ടിക്കൽ പാത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ എന്താണ്? ആക്ടിവിറ്റിയാണ് നമുക്കിവിടെ കോളത്തിൽ തന്നിരിക്കുന്നത്. എല്ലാ ആക്ടിവിറ്റീസ് ആണ്. സോ ആക്ടിവിറ്റിയുടെ ബേസിൽ നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഒന്നുകൂടി എഴുതുക. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ആക്ടിവിറ്റി മാത്രമേ തന്നിട്ടുള്ളൂ, ഈവന്റുകളൊന്നും തന്നെ തന്നിട്ടില്ല. സോ ആക്ടിവിറ്റി പറയുമ്പോൾ എങ്ങനെ പറയാം? നമ്മൾ ഈ പറഞ്ഞ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഏതൊക്കെ ആക്ടിവിറ്റീസ് വരുന്നുണ്ട്? എ വരുന്നുണ്ട്, ഡി വരുന്നുണ്ട്, ജി വരുന്നുണ്ട്, എച്ച് വരുന്നുണ്ട്. സോ ആക്ടിവിറ്റി മാർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ക്രിട്ടിക്കൽ പാത്തിലാവുമ്പോൾ ആരോ ഇടേണ്ട ആവശ്യമില്ല, ഹൈഫൺ ഇട്ടാൽ മതി. എ ഹൈഫൺ ഡി ഹൈഫൺ ജി ഹൈഫൺ എച്ച്. സോ ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ പറയാം? 1, 2, 4, 5, 6 എന്ന് പറയാം. പക്ഷേ ഈ 1, 2, 4, 5, 6 എന്നുള്ളത് നമ്മൾ തന്നെ ഡിഫൈൻ ചെയ്ത ഈവൻസ് ആണ്. അതുകൊണ്ട് ആ രീതി പറയുന്നതിനേക്കാളും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസിന്റെ നെയിമിൽ തന്നെ ക്രിട്ടിക്കൽ പാത്ത് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ ആരോ മാർക്ക് ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഹൈഫൺ ഇട്ട് മാത്രം മാർക്ക് ചെയ്താൽ മതി. ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ആക്ടിവിറ്റീസിനെ ഹൈഫൺ ഇട്ട് എഴുതുക, ADGH. സോ ഈ പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? ഡ്യൂറേഷൻ ഓഫ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് എത്ര വരും? ക്രിട്ടിക്കൽ പാത്തിൽ എത്ര സമയമാണോ അതേ സമയം, 29 ആയിരിക്കും ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. സോ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. സോ ഇതേ മോഡലിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമ്മുടെ ഈ വീഡിയോയിലെ അവസാന ക്യൂസ് സെക്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളതൊന്ന് കണ്ടുപിടിച്ച് നോക്കുക. ഓക്കെ, സോ നമ്മൾ ഇപ്പോൾ ഈ ചെയ്ത പ്രോബ്ലവും അതുപോലെ നമ്മൾ ഇനി ഈ വീഡിയോയുടെ ക്യൂസ് 2-ൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലവും എന്താണ്? കുറച്ചുകൂടി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കയറി പ്രോജക്ട് നെറ്റ്വർക്ക് വരയ്ക്കാനൊക്കെ ഇല്ല, ഡിപ്പെൻഡൻസീസ് ഒക്കെ വെച്ച് നോക്കി ഒന്ന് കറക്റ്റിന് നമ്മൾ എന്താണ് ഈവൻസ് ഒക്കെ അസ്യൂം ചെയ്ത് വേണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ. സോ വി ആർ റിട്ടേണിംഗ് ബാക്ക് ടു അവർ PPT. സോ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ എന്താണ്, ഫസ്റ്റ് നമ്മൾ ആക്ടിവിറ്റിയുടെ എക്സ്പെക്റ്റഡ് ടൈംസ് കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച പോലെ പ്രോജക്ട് നെറ്റ്വർക്ക് വരച്ച് സോൾവ് ചെയ്ത് അതിൻ്റെ ക്രിട്ടിക്കൽ പാത്തും ടോട്ടൽ എത്ര പാത്തുകൾ ഉണ്ടായിരുന്നു അതിനകത്ത്? ടോട്ടൽ ഇതിനകത്ത് എത്ര പാത്തുകളുണ്ട്? 1, 2, 4, 5, 6 ഫസ്റ്റ് പാത്ത്, 1, 2, 5, 6 സെക്കൻഡ് പാത്ത്, 1, 2, 3, 5, 6 തേർഡ് പാത്ത്, 1, 3, 5, 6 ഫോർത്ത് പാത്ത്. സോ അങ്ങനെ ടോട്ടൽ 4 പാത്തുകളാണ് ഇതിനകത്തുള്ളത്. സോ ഓരോ പാത്തുകളായിട്ട് എഴുതിയിട്ട് എന്ത് ചെയ്യുക? അതിൻ്റെ ഡ്യൂറേഷൻസ് കണ്ടുപിടിക്കുക. നോക്കി, ഒന്നാമത്തെ പാത്തായ 1, 2, 4, 5, 6 എന്ന പാത്തിലാണ് മാക്സിമം ഡ്യൂറേഷനായ 29 വന്നിരിക്കുന്നത്. സോ നമുക്ക് എന്ത് ചെയ്യാം? ക്രിട്ടിക്കൽ പാത്തിനെ 1, 2, 4, 5, 6 എന്ന് റെപ്രസെന്റ് ചെയ്യാം. ക്രിട്ടിക്കൽ പാത്ത് ഇസ് ADGH. നമ്മൾ ഈ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന എന്താണ്? ആക്ടിവിറ്റീസ് മാത്രമേ തന്നിട്ടുള്ളൂ. 1, 2, 4, 5, 6 നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. അതുകൊണ്ട് ക്രിട്ടിക്കൽ പാത്തിനെ ആക്ടിവിറ്റീസിന്റെ നെയിം വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യണം? ADGH എന്ന് തന്നെ റെപ്രസെന്റ് ചെയ്യുക. പ്രോജക്ട് ഡ്യൂറേഷൻ ഈസ് 29 യൂണിറ്റ് ടൈം. നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇതിൽ കൃത്യമായിട്ടൊരു യൂണിറ്റ് പറഞ്ഞിട്ടില്ല. ഈ സമയം എന്ന് പറയുന്നത് എന്താണ്? ഡേയ്സ് ആണോ അവേഴ്സ് ആണോ അങ്ങനെയൊന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. സോ അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ഈ തന്നിരിക്കുന്ന ആക്ടിവിറ്റികളുടെ സമയം മണിക്കൂറിലാണോ ദിവസത്തിലാണോ എന്ന് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും അവസാനം പ്രോജക്റ്റിന്റെ ഡ്യൂറേഷൻ എഴുതുമ്പോൾ അതിന്റെ യൂണിറ്റ് ആയിട്ട് യൂണിറ്റ് ടൈം എന്നങ്ങ് എഴുതിയാൽ മതി. സോ ദ പ്രോജക്ട് ഡ്യൂറേഷൻ ഓഫ് ദിസ് പ്രോജക്റ്റ് ഈസ് 29 യൂണിറ്റ് ടൈം. സോ നെക്സ്റ്റ് വൺ, സ്ലാക്ക് അറ്റ് ഈച്ച് ഇവന്റ്. സോ നമുക്കിവിടെ ക്രിട്ടിക്കൽ പാത്ത് കിട്ടിയത് എന്താണ്? 1, 2, 4, 5, 6 ആണ്. ടോട്ടൽ 6 ഈവന്റ് ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. ഈ 6 ഈവന്റ് അസ്യൂം ചെയ്തതിൽ 5 എണ്ണവും ക്രിട്ടിക്കൽ പാത്തിൽ വരുന്നതാണ്. ക്രിട്ടിക്കൽ പാത്തിൽ വരാത്ത ഈവന്റ് ഏതാണ്? 3 എന്നൊരു ഈവന്റ് മാത്രമേ ക്രിട്ടിക്കൽ പാത്തിൽ വരാതെയുള്ളൂ. ആ ഈവന്റിൽ സ്ലാക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? തേർഡ് ഈവന്റിലെ സ്ലാക്ക് എന്ന് പറയുന്നത് TL - TE, 15 - 14 എത്ര വരും? 1 ആയിരിക്കും തേർഡ് ഈവന്റിലെ സ്ലാക്ക് എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ഈവന്റ്സിലും സ്ലാക്ക് എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. സോ ഇതേ രീതിയിലുള്ള ഒരു പ്രോബ്ലമാണ് നിങ്ങൾക്ക് ഈ ക്യൂസ് 2-ൽ തന്നിരിക്കുന്നത്. ഡ്രോ ദി നെറ്റ്വർക്ക് ഡയഗ്രാം ഓഫ് ദ പ്രോജക്ട് ബേസ്ഡ് ഓൺ ദ ടേബിൾ, ഫൈൻഡ് ദ ക്രിട്ടിക്കൽ പാത്ത് ആൻഡ് ദി പ്രോജക്ട് ഡ്യൂറേഷൻ. സോ ഇവിടെ നിങ്ങൾക്ക് ഓരോ ആക്ടിവിറ്റിയുടെയും ഡ്യൂറേഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് നമ്മുടെ CPM ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ തന്നിട്ടുണ്ട്.
സോ നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്, ഈ ഓരോ ആക്ടിവിറ്റീസിനെ നിങ്ങൾ ഓരോ ആരോയുടെ മുകളിൽ റെപ്രസെന്റ് ചെയ്യുക, അതിന്റെ ഡിപ്പെൻഡൻസി എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഡിപ്പെൻഡൻസി നോക്കിയതിന് ശേഷം മാത്രം ഈ ആക്ടിവിറ്റീസിനെ വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിന്റെ ക്രിട്ടിക്കൽ പാത്ത് നിങ്ങൾ ഈ ആക്ടിവിറ്റിയുടെ പേര് വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ ABCD എന്നീ 4 ആക്ടിവിറ്റീസ് ആണ് നിങ്ങളുടെ ക്രിട്ടിക്കൽ പാത്തിൽ വരുന്നതെങ്കിൽ A-B-C-D എന്ന രീതിയിൽ എഴുതുക. അതിന്റെ പ്രോജക്റ്റ് ഡ്യൂറേഷനും കണ്ടുപിടിക്കുക. സോ ഇതിന്റെ ആൻസർ നിങ്ങളുടെ യൂട്യൂബ് ക്യൂസിൽ 2.1 2.2 എന്ന് എഴുതി ഇതിന്റെ ആൻസർ കൂടെ കമന്റ് ചെയ്യുക. സോ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻ കൂടെ നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ടേബിൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു? ഒന്നാമത്തെ ആക്ടിവിറ്റിയായ എ എന്ന ആക്ടിവിറ്റിക്ക് ഡിപ്പെൻഡൻസി ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? ഫസ്റ്റ് ഈവന്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് എ എന്നുള്ളത്. ഓക്കെ, അതായത് ഫസ്റ്റ് ഈവന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു, അവിടെ നിന്നാണ് എ എന്നുള്ള ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്കൻഡ് ഈവന്റ് വരെയാണ് എ എന്ന ആക്ടിവിറ്റി ഉള്ളത്. സോ അടുത്ത ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ്? ബിയും സിയും. ഓക്കെ, ഈ രണ്ട് ആക്ടിവിറ്റീസും ഏതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എ എന്ന ആക്ടിവിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താണ്? എ എന്ന ആക്ടിവിറ്റി ഏത് ഈവന്റിലാണോ അവസാനിച്ചത് അവിടെ നിന്നായിരിക്കും ഏതൊക്കെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബിയും സിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി അടുത്ത ഡി എന്നുള്ള ആക്ടിവിറ്റി സിയെ ഡിപ്പെൻഡ് ചെയ്യുന്നു. മീനിങ് എന്താണ്? സി എന്ന ആക്ടിവിറ്റി ഏത് ഈവന്റിലാണോ അവസാനിച്ചത് അവിടെ നിന്നാണ് ഡി എന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ നിങ്ങൾ റഫായിട്ട് വരച്ച് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ വരച്ച ഒരു പ്രോജക്റ്റ് നെറ്റ്വർക്ക് ഈ ഒരു ടേബിളിൽ പറഞ്ഞിരിക്കുന്ന ഡിപ്പെൻഡൻസി പ്രകാരമാണോ വരച്ചിരിക്കുന്നതെന്ന് ഒന്നുകൂടി കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് സ്റ്റെപ്പായ എന്താണ്, പ്രോജക്റ്റ് ഡ്യൂറേഷൻ കണ്ടുപിടിക്കുക, ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുക, ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്നുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. താങ്ക് യു ഓൾ, സ്റ്റേ സേഫ്.